വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി യു കെയിലേക്ക് പോയിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാർ FTA ഒപ്പിടാനാണ് അദ്ദേഹം യു കെയിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അത് സത്യമാണ്. യു കെയുമായി നമ്മൾ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് പോവുകയാണ്. 2030 ഈ താരിഫുകൾ എന്ന് പറയുന്ന കാര്യങ്ങളിൽ പലതിലും ഒരു തീരുമാനമുണ്ടാകണം എന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ കേൾക്കുന്നു. പക്ഷെ അതിനു പുറമെ ചില കാര്യങ്ങൾ കൂടെ ഇപ്പോൾ ചർച്ചയാണ്. കാരണം പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് പോയത് നമുക്കറിയാമല്ലോ. റഷ്യയിലേക്ക് പോയിട്ട് റഷ്യയിൽ നിന്ന് പോളണ്ടിലേക്ക് പോയി. പോളണ്ടിൽ നിന്ന് പ്രധാനമന്ത്രി ട്രെയിൻ മാർഗം യുക്രൈനിലേക്ക് വന്നു. അപ്പോൾ എന്തിനാണ് പോളണ്ടിലേക്ക് പോയത് എന്നൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ പോളണ്ട് എന്ന് പറയുന്നത് നാറ്റോയുടെ ഒരു ഗേറ്റ്വേ ആണ്. യുക്രൈനെ തകർത്തു കഴിഞ്ഞാൽ അടുത്ത റഷ്യ ലക്ഷ്യം വയ്ക്കുന്നത് പോളണ്ടിനെയാണ് എന്നുള്ള ചർച്ചകൾ ആ സമയത്ത് സജീവമായിരുന്നു. സമാനമായിട്ടുള്ള രീതിയിൽ നാറ്റോ രാജ്യങ്ങളിൽ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ റഷ്യ ആദ്യം തന്നെ ആക്രമിക്കുന്നത് UK ആയിരിക്കും എന്ന രീതിയിലും ചർച്ചകൾ സജീവമായിരുന്നു. ഇപ്പോഴിതാ നാറ്റോ അടക്കമുള്ളവർ നമ്മുടെ രാജ്യത്തിന് സമ്മർദ്ദം നൽകുകയാണ്. റഷ്യയെ പറഞ്ഞ് മനസ്സിലാക്കണം, റഷ്യയോട് ചർച്ച നടത്തണം. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് എന്നുള്ളത് കൂടെയാണ്. അപ്പോൾ ഈ വ്യാപാര കരാർ നേരത്തെ നമ്മൾ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിലും പ്രധാനമന്ത്രി ഇപ്പോൾ പോയപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ അതിനകത്ത് ചർച്ചയാവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഇപ്പോൾ റഷ്യ UK ഒരു ഫൈറ്റ് വരുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പല ആൾക്കാർക്കും ഡൗട്ടുണ്ട്. അങ്ങനെ ഒരു ഫൈറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ നേരിട്ടുള്ളൊരു ആണവ യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു സൈനിക ആക്രമണത്തിനോ സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയേണ്ടി വരും. നേരിട്ട് ആക്രമിക്കാനായി റഷ്യ UK ആക്രമിക്കാനായി സജ്ജമാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പക്ഷേ വേറൊരു കാര്യം, റഷ്യൻ സബ്മറൈനുകൾ ബ്രിട്ടീഷ് ഓഷ്യനിൽ ഇപ്പോൾ കിടന്ന് കറങ്ങുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. പിന്നെ ഈ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് കേബിളുകൾ, പവർ ഗ്രിഡ് തുടങ്ങിയവ ഭീഷണിയിലാണ്. അത് റഷ്യ തന്നെ ഭീഷണിയിലാക്കുകയാണ് എന്നുള്ളത് UK ഇപ്പോൾ അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ മിസ്ഇൻഫർമേഷൻ, ഡ്രോൺ സ്പൈയിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ നടത്തുന്നുണ്ട് റഷ്യ എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇത് പോരാഞ്ഞിട്ട് ഇവർക്കുള്ളിലുള്ള ആന്തരിക ഭീഷണിയുണ്ട് ഈ UK-ക്കുള്ളിൽ. ആ ആന്തരിക ഭീഷണികൾ അതിലൊന്നും നമുക്കും വലിയ ഭീഷണിയാണ്. ഖലിസ്ഥാനികൾ, പിന്നെ ഫ്യൂജിറ്റീവ്സ് ഇതിനകത്തുള്ള. അപ്പോൾ ഇവരെ റഷ്യ തങ്ങളുടെ പ്രോക്സികളാക്കി മാറ്റുമോ എന്നുള്ള വലിയ ഭയം UK-ക്കുണ്ട്. അപ്പോൾ ഈ ഒരു ആന്തരിക ഭീഷണികൾ കൂടെ അടിച്ചമർത്തണം. അതിൽ ഇന്ത്യക്കും ഒരു സമാനമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് ഈ ഖലിസ്ഥാനികളുടെ വിഷയത്തിലും അവിടെ ചർച്ചയുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോരാത്തതിന് ഈ UK സർക്കാർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ബ്രിട്ടൻ മസ്റ്റ് പ്രിപ്പയർ ഫോർ എ പോസിബിൾ അറ്റാക്ക് ഓൺ UK സോയിൽ. റഷ്യാസ് അഗ്രഷൻ ഹാസ് ബിക്കം മൾട്ടി ഡയമെൻഷണൽ, സൈബർ, നേവൽ, സൈക്കോളജിക്കൽ ആൻഡ് എക്കണോമിക്. അതായത് സാമ്പത്തികപരമായി, മാനസികപരമായി, സൈബർ, അതായത് ഈ സൈബർ ആക്രമണം ഉണ്ട്. പോരാത്തതിന് നാവികസേന, ഈ കടൽ മാർഗമുള്ള ആക്രമണത്തിനും റഷ്യ ഇപ്പോൾ തന്നെ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് UK പറയുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലെല്ലാമാണ് മോദി അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. റഷ്യയുമായും UK-യുമായും ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിക്കാണ് എല്ലാ രാജ്യങ്ങളുമായിട്ട് ടൈപ്പ് ഉള്ളത്. അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ആകപ്പാടെ ഇല്ലാത്തത് പാകിസ്ഥാനുമായിട്ട് മാത്രമേ ഉള്ളൂ. പാകിസ്ഥാന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി മധ്യസ്ഥത വഹിക്കാൻ പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചർച്ച ഈ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വ്യാപാര കരാറിന് പുറമെ റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ അതിലൊരു അനുനയ നീക്കം വേണം എന്ന് പ്രധാനമന്ത്രി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച അവിടെ നടത്താനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോ UK പറയുന്ന ഈ കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് പറയുന്നതൊന്നുമല്ല. 2020 മുതൽ പറയുന്നതാണ്. കാരണം ഈ UK-യും റഷ്യയും തമ്മിലുള്ള ഉടക്ക് 2013 മുതൽ തുടങ്ങുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഡബിൾ ഏജന്റ് ആയിട്ട് നമ്മൾ മുമ്പ് വിശദമായിട്ട് ചർച്ച ചെയ്തിരുന്നതാണ്. ഈ വ്യാപാരക്കാരിലേക്ക് എത്തുന്നതിന് മുമ്പ് റഷ്യയും UK തമ്മിലുള്ള ഉടക്കിന്റെ കാര്യം. അത് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. അപ്പം ഇവർ 2020 മുതൽ പറയുന്നുണ്ട്. സമാനമായി തന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്ന രാജ്യമാണ് കാനഡ. അപ്പോൾ ഈ സൈബർ അറ്റാക്ക് വലിയ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്, റഷ്യയാണ് അതിന്റെ പിന്നിൽ എന്ന് കാനഡ പിന്നെ ഒരു പടി കൂടെ കടന്നിട്ട് പറഞ്ഞു ഇന്ത്യയും ചൈനയും കൂടി ഇപ്പൊ ഇടപെട്ടിട്ടുണ്ട്. അവരും കൂടി ഇപ്പൊ ഞങ്ങളുടെ സൈബർ ഇത് കടന്നിട്ട് ഞങ്ങളുടെ ഇലക്ഷൻ പോലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. UK പറയുന്നത് പണ്ട് തൊട്ട ഈ റഷ്യൻസ് കടന്നു കയറുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം ഇതിനകത്ത് ഈ രണ്ടുപേരുടെയും ചാരം, ഈ നമ്മൾ ഈ പുറത്ത് രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഏജന്റുമാരുണ്ട് പല രാജ്യങ്ങൾക്കും. അതായത് ഇവിടെ അവിടെയും പണിയെടുക്കുന്ന ചാരന്മാരുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മള് ഈ ധനുഷ് സൂചിപ്പിച്ചൊരു വലിയ വിഷയം തന്നെയാണ്. നമുക്കറിയാം ഈ വ്യാപാരക്കാർ ഓൾറെഡി എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. ഇനി ഒപ്പിടുക എന്ന് മാത്രം ഒരു കർത്തവ്യമേ അവശേഷിക്കുന്നു. ഈ വ്യാപാരക്കാരുടെ ചർച്ചയ്ക്കായിട്ട് കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ UK-ൽ പോയിരുന്നു. എനിക്ക് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പായിരുന്നു എന്ന് തോന്നുന്നു. ആ സമയത്ത് അദ്ദേഹം ഈ ചർച്ച നടത്തിയ അദ്ദേഹത്തിന്റെ ആ ബിൽഡിങ്ങിന് മുൻപിൽ
ഖാലിസ്ഥാൻ വാദികൾ എസ് ജയശങ്കറിന്റെ വണ്ടി തടയാനും ഒക്കെ ഒരു ശ്രമം നടത്തുന്നതിന്റെ വീഡിയോ, നമ്മളത് വലിയ വീഡിയോ സഹിതമാണ് ന്യൂസ് ഇന്ത്യ മലയാളം ആ വാർത്ത നൽകിയിരുന്നത്. ചാടി വീഴുകയും മറ്റും ചെയ്തിട്ട് ആ പോലീസ് ഒരു സോഫ്റ്റ് ആയിട്ടൊരു ഒരു സമീപനം, പതാക വലിച്ചു കയറി. അപ്പൊ യു കെ പോലീസ് അത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. അന്ന് വലിയ പ്രതിഷേധം യു കെക്കെതിരെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടായി. അത് ഇന്ത്യ അത് കർശനമായി തന്നെ ഒഫീഷ്യലി ഇടപെട്ടു. അതുകൂടാതെ ജനങ്ങളുടെ തന്നെ വലിയൊരു പ്രതിഷേധം ഉണ്ടായി. കാരണം പോലീസ് ഇങ്ങനെ ആയിരുന്നില്ല, കാരണം ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രി വരുമ്പോൾ അതിന്റെ വാദത്തിൽ ഇമാരെ ഇത് നടത്താൻ തന്നെ അനുവദിച്ച് തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടാണ്. അതിനുശേഷം കാനഡ കഴിഞ്ഞാൽ ഖാലിസ്ഥാൻവാദികൾ ഏറ്റവും കൂടുതൽ അഴിഞ്ഞാടുന്ന ഒരു രാജ്യം യു കെ ആണ്. പലപ്പോഴും അവിടെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് മുമ്പിൽ ഈ പറയുന്ന ഖാലിസ്ഥാനികൾ വലിയ പ്രതിഷേധ പ്രകടനം നടത്താറുണ്ട്. നമ്മൾ കണ്ടതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു മുമ്പ് നമ്മളെ കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബാനർ തന്നെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ പ്രദർശിപ്പിച്ചിരുന്നത് നമ്മൾ കണ്ടു. അതെല്ലാം നടക്കുന്നത് യു കെയിലാണ്. കാനഡ ഇപ്പോൾ ഒതുങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ 3-4 അജ്ഞാതം തട്ടിക്കഴിഞ്ഞപ്പോഴും പിന്നെ പ്രശ്നം കൈവിട്ടു പോകുന്നു കണ്ടപ്പോഴും അവിടെ പ്രശ്നങ്ങൾ ഒതുങ്ങിയെങ്കിൽ യു കെയിൽ അങ്ങനല്ല. ഇത് യു കെയിലെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇത് കൂടാതെ യു കെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമുണ്ട്. കാരണം അവിടെ കുടിയേറി വന്നവരുടെ ഇടയിൽ വലിയ രീതിയിൽ തന്നെ ജിഹാദിസം വളർന്നു വരുന്നു. അത് അവിടെ വലിയ, നമ്മൾ കണ്ടതാണ് ഒരു വർഷം മുമ്പ് ബ്രിട്ടന്റെ തെരുവുകളൊക്കെ കത്തി അമർന്നത്, 100ഓളം പേർക്ക് പരിക്കേറ്റത്, ഇല്ലെങ്കിൽ 100 കണക്കിന് പേർക്ക് കൊല്ലപ്പെടേണ്ടി വന്ന ഒരു വലിയ കലാപം നമ്മൾ കണ്ടത്. പോലീസിന് അത് അടിച്ചമർത്താൻ പോലും കഴിഞ്ഞില്ല. കാരണം അവരുടെ ഇന്റലിജൻസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ വന്നതെന്നുള്ളത്. അപ്പൊ അവർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ വിഷയം അങ്ങനെയുണ്ട്. ഇനി ഇന്ത്യക്ക് മുൻപിൽ വെക്കാൻ കഴിയുന്ന മറ്റൊന്നാണ് ഫിജിറ്റുകളുടെ കാര്യം. അതായത് നമ്മുടെ ഈ രാജ്യത്ത് നിന്ന് കട്ടുമുട്ടിച്ച് പിടിച്ചോണ്ട് പോയ നീരവ് മോദിയെ പോലുള്ളവര്, ഒപ്പം തന്നെ വിജയ് മല്യയെ പോലുള്ളവര്, അവർ അഭയം തേടിയിരിക്കുന്നത് യു കെയിലാണ്. യു കെ പറയുന്നത് യു കെ അവരെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വിട്ടുതരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ യു കെക്ക് ഈ മാനുഷിക, ബ്രിട്ടന്റെ ഒരു വലിയ പ്രശ്നമാണ് മാനുഷികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം, ഒപ്പം തന്നെ ഇന്ത്യൻ ജുഡീഷ്യറി അത്ര ശരിയല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ പറഞ്ഞ ഇവിടുത്തെ ജുഡീഷ്യറിക്ക് കുഴപ്പമൊന്നുമില്ല, ഈ രാജ്യത്ത് ഇത്രയും 15,000 കോടി രൂപ കട്ടുപൊട്ടിച്ചവന്മാരാണ് അവരെവിടെ വിട്ടു തന്നേ പറ്റൂ. നമുക്കറിയാം വിജയ് മല്യ മുമ്പ് ഒരു കേസ് യു കെ കോടതിയിൽ പറഞ്ഞ കാര്യം, എനിക്ക് അവിടെ കിടക്കാൻ, ഞാനൊരു കൊടീശ്വരനാണ്, എനിക്ക് അവിടെ കിടക്കാൻ ഫെസിലിറ്റി ഉള്ള ജയിലുകളില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ ഇവിടുന്ന് നമ്മുടെ കസബിനെ പാർപ്പിച്ച ജയിലിന്റെ ഉൾപ്പെടെയുള്ള വീഡിയോ അവിടുത്തെ കോടതിക്ക് അയച്ചു കൊടുക്കുകയും കോടതി പറഞ്ഞു ഇതിൽ കൂടുതൽ സൗകര്യം ഇനി എന്താ തരാനുള്ളത്, എല്ലാവിധ ആധുനിക സൗകര്യമുള്ള ജയിൽ ഇന്ത്യയിലുണ്ട്, താങ്കൾക്ക് പോകാം എന്ന് പറയുന്ന ഒരു സാഹചര്യം വരികയും ചെയ്തിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ മുൻപൊന്നും നമുക്ക് ഇങ്ങനെ ശബ്ദമുയർത്തി യു കെയോട് പറയാൻ കഴിയുമായിരുന്നില്ല. ഈ എന്താണ്, നിങ്ങൾ ഭീകരരെ നിലക്ക് നിർത്തണം എന്ന് പറയാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇന്ന് നമ്മുടെ നരേന്ദ്രമോദി, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു സ്പെഷ്യൽ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരുന്നു. ആ സ്പെഷ്യൽ പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിരുന്ന കാര്യം, ഞങ്ങൾ യു കെ വിദേശകാര്യ മന്ത്രാലയത്തിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഖാലിസ്ഥാൻ ഭീകര സംഘടനകളെയും അവരെ പിന്തുണയ്ക്കുന്നവരെ നിലക്ക് നിർത്തണം എന്ന് ഞങ്ങൾ കർശനമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് പ്രധാന ചർച്ചയാകും. അതാണ് എടുത്തു പറയേണ്ട പോയിന്റ്. ഇത് ഈ മീറ്റിംഗിൽ, അതായത് നരേന്ദ്രമോദി പോയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണുന്ന പ്രധാന നിർണായകമായ മീറ്റിംഗിൽ ഇതൊരു പ്രധാന അജണ്ടയാണ് ഈ ഖാലിസ്ഥാൻവാദികൾ. കാരണം കാനഡ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഈ വിഷയത്തിൽ എങ്ങനെയാണ് എന്നുള്ളതായിരിക്കും ഈ നാറ്റോയുമായിട്ടുള്ള ഇതിൽ. ഈ നാറ്റോയുമായിട്ട് ചേർന്ന് വരുമ്പോൾ ഞാൻ ആദ്യം തുടക്കം മുതലേ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നാറ്റോ രാജ്യങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടല്ല. ഈ റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്നതിൽ അനവധി രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട്. കാരണം അവരൊക്കെ റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ഈ ക്രൂഡ് ഓയിൽ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടും, വലിയ പൈസ കൊടുത്ത് അവരത് വാങ്ങേണ്ടി വരും. അതിനൊന്നും അവർ തയ്യാറല്ല. കുഞ്ഞു രാജ്യങ്ങളുണ്ട്. നമ്മൾ ഈ നാറ്റോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലാകെ വരുന്നത് ജർമ്മനി, യു കെ, ഇന്ത്യ, അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ വൻ രാജ്യങ്ങളുടെ പേരുകളാണ്. പക്ഷെ ഒരുപാട് കുഞ്ഞു രാജ്യങ്ങളുണ്ട്, ജീവിക്കാൻ ഗതിയില്ലാത്ത, ഇല്ലെങ്കിൽ കൊച്ചു രാജ്യങ്ങൾ. അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുനിന്ന് ലാഭകരമായി കിട്ടുക, എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണല്ലോ, ലാഭകരമായി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചർച്ച നടക്കാൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ യു കെയുമായി വെച്ചിരിക്കുന്ന, യു കെ നരേന്ദ്രമോദി കയറിയതിനു ശേഷം നമ്മൾ അവരുമായിട്ട് വലിയ ടൈപ്പുകളൊന്നും ഇല്ലായിരുന്നു. യു കെ ഒരു പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്ന ഒരു രാജ്യം തന്നെയായിരുന്നു. ഇപ്പം അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ ലോട്ടറിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു ലോട്ടറിയാണ്. 90% സാധനങ്ങൾക്കും 10% താരിഫ് എന്ന ഒരു അടിസ്ഥാന താരിഫിലേക്ക് എത്തിയിരിക്കുന്നു. അവരുടെ 85% സാധനങ്ങൾക്കും നമ്മൾ 10% താരിഫിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് വരുമ്പോൾ ഈ അവരുടെ വിസ്കിക്ക് പോലും ഭയങ്കരമായ വില കുറയും. അമേരിക്കൻ വിസ്കിയേക്കാളും ചാർജ് കുറവായിരിക്കും. ഇത് വരുന്നുണ്ട്. 2030 ആകുമ്പോഴേക്കും ഫ്രീ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ താരിഫിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് എല്ലാ സാധനങ്ങളും. ഇതിപ്പം പ്രധാനമായിട്ട് ഇപ്പൊ ഇതിനകത്തൊരു ചർച്ചയിൽ തടസ്സമായി നിന്നിരുന്ന ഈ ഇലക്ട്രിക്കൽ കാറുകളുടെ കാര്യമായിരുന്നു. അതിപ്പോ എന്തായാലും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് 5 വർഷത്തേക്ക് ഞങ്ങൾ ഇലക്ട്രിക്കൽ കാറുകൾക്കൊന്നും വേറൊരു രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന് വലിയ ഇളവൊന്നും ഞങ്ങൾ തരില്ല. കാരണം ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് പേര് കാർ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പൊ അവരുടെ വയറ്റത്തടിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. അതുകൊണ്ട് 5 വർഷത്തേക്ക് ഇലക്ട്രിക്കൽ കാറിന്റെ കാര്യം പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിനാണ് ഇപ്പൊ പ്രഷർ ഇരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ UK സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഏറ്റവും നല്ല ജെറ്റ് എഞ്ചിനുകളും ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ എഞ്ചിനുകളും നിർമ്മിക്കുന്ന അനവധി കമ്പനികളുള്ള രാജ്യമാണ് UK. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കരാർ കൂടെ കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇനിയിപ്പോ ഇന്ത്യ ഈ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതിനിടയിലാണ് ഈ നാറ്റോയുമായിട്ടുള്ള വിഷയം. നാറ്റോയുടെ ഭീഷണി ഒരിക്കലും ഇന്ത്യ അവിടെ ചർച്ച ചെയ്യാൻ സാധ്യത തീരെ കുറവാണ്. കാരണം നാറ്റോ എന്ന് പറയുന്നത് ഒരുപിടി രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അവിടെ അത് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം UK-യുമായിട്ട് നമ്മളൊരു നല്ല ടൈപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇതിനെല്ലാം മറുപടി അതായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇന്ത്യയുമായി നല്ലൊരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ബ്രിട്ടന്റെ പ്രധാന കടമ. അവിടെ ഇന്ത്യയുടെ കാര്യം. പക്ഷെ ഒരുപക്ഷെ ഈ റഷ്യ ഉക്രൈൻ വാർ ചർച്ചയാകാനുള്ള സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ കഴിയില്ല. നിൽക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ അവിടെ ഒരു ചർച്ചയാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനകത്തേക്ക് നരേന്ദ്രമോദി ഒരു കോംപ്രമൈസ് അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് വരും എന്ന് കരുതാൻ കഴിയില്ല ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ഇപ്പൊ ആകെപ്പാടി ചക്ക കുഴയുന്ന കണക്ക് കുഴഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന്റെ ഈ തലയേതാ വാലേതാന്ന് അറിയത്തില്ല. ഏതെങ്കിലും അറിഞ്ഞാലല്ലേ പിടിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഈ സ്ഥലത്തിന്റെ എവിടെ പോയി പിടിക്കാനാണ്? കാരണം നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇപ്പോൾ നമ്മൾ റഷ്യക്കൊപ്പമാണ് നിൽക്കുന്നത്. കാരണം സഖ്യത്തിലല്ല, സൈനിക സഖ്യത്തിലല്ല നമ്മൾ റഷ്യയുടെ കാര്യം പറയുന്നത്. അവരുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിപ്പോ നാറ്റോ എതിർത്താലും അമേരിക്ക എതിർത്താലും നമ്മുടെ സ്റ്റാൻഡ് അതാണ്. നമ്മുടെ സ്റ്റാൻഡ് അതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് UK-ക്കോ അല്ലെങ്കിൽ നാറ്റോയ്ക്കോ ഫേവറബിൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കഴിയില്ല. പിന്നെ നമ്മളുടെ പ്രധാനമന്ത്രി എല്ലായിടത്തും പോയി പറയുന്നൊരു കാര്യമുണ്ട്, ഇത് യുദ്ധത്തിന്റെ സമയമല്ല, അതുകൊണ്ട് സംഘർഷങ്ങൾ കുറയ്ക്കുക എന്നുള്ളത്. ഒരുപക്ഷെ UK-ക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഈ ഉക്രൈനെ കൊണ്ട് ഈ കളി മുഴുവൻ കളിപ്പിക്കുന്ന രാജ്യങ്ങളിലെ പ്രധാനി UK-യാണ്. അതായത് ട്രംപ് പോലും വലിഞ്ഞു നിൽക്കുന്ന സമയത്തും ഈ UK-യാണ് അവർക്ക് മിസൈലുകളും മറ്റും കൊടുത്ത് റഷ്യ ആക്രമിക്കുന്നത്. ഒപ്പം തന്നെ ഫ്രാൻസ്, ജർമ്മനി ഇവരൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം UK ഒക്കെ അങ്ങനെ ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കാനും കഴിയും. അതുകൊണ്ട് പ്രധാനമന്ത്രി ഒരുപക്ഷെ ചർച്ചയുടെ ഭാഗമായി അത് സംസാരിച്ചെന്നിരിക്കാം. അല്ലാതെ ഇതിന്റെ ഒരു മീഡിയേറ്റർ ആകാനോ ഇത് കോംപ്രമൈസ് ആക്കാനോ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം കഴിയില്ല എന്ന് വെച്ചാൽ എങ്ങനെ കഴിയും? കാരണം നമ്മുടെ നിലപാട് എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങും എന്നുള്ളൊരു ഉറച്ച നിലപാടാണ്. നമുക്ക് റഷ്യ തള്ളി മുമ്പോട്ട് പോകാൻ കഴിയില്ല. പിന്നെ UK-ക്ക് എന്ത് നിലപാടെടുക്കാൻ പറ്റും? UK-ക്ക് മാത്രമായിട്ടൊരു നിലപാട് എടുക്കാൻ കഴിയില്ല. നാറ്റോയില് മറ്റ് രാജ്യങ്ങളുണ്ട്, ട്രംപ് ഉണ്ട്, പിന്നെ ജർമ്മൻ ചാൻസലർ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, അങ്ങനെ അനവധി രാജ്യങ്ങളുണ്ട്. അവരുടെ നിലപാടുകൾ നിർണായകമാകും. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഫോഴ്സ് ചെലുത്താൻ പറ്റുന്നത്, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഖാലിസ്ഥാൻ ഭീകരരെ അധികം കളിപ്പിക്കാതെ മര്യാദക്ക് ഇരുത്തിക്കോണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെ കേസുകളും മറ്റുള്ളവരെ വിട്ടുകിട്ടണം എന്നുള്ള കാര്യം. അത് ചിലപ്പോൾ ഇതിനകത്ത് നടത്തിക്കാൻ പറ്റും. അതൊരു വലിയ വിജയം തന്നെയായിരിക്കും. കാരണം കാനഡയിൽ നമ്മൾ അവരെ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. കാനഡയിൽ നിന്ന് ഇപ്പൊ അങ്ങനത്തെ വാർത്തകളൊന്നും കേൾക്കുന്നില്ല. നമുക്കെതിരായിട്ടുള്ള നമ്മുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന വാർത്തയൊന്നും ഇപ്പൊ നമുക്ക് കേൾക്കുന്നില്ല. അപ്പോൾ ഇത് UK-യിലേക്കാണ് ഇപ്പൊ അതിന്റെ ഒരു അലയലുകൾ വന്നിരിക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഒന്ന് ഭയന്നിരിക്കുന്നതിന് കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കിട്ടിയ പണിയാണ്. കാരണം പാകിസ്ഥാനായിരുന്നു ഇവർക്കൊക്കെയുള്ള ഫണ്ടിന്റെ ഒരു വലിയ ഭാഗം ഈ ഖാലിസ്ഥാൻവാദികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായി അവരുടെ മാതൃരാജ്യത്തിന്, ഇല്ലെങ്കിൽ അവരെ പോറ്റുന്ന അവരുടെ സ്പോൺസേർഡ് ആയിട്ടുള്ള ആ രാജ്യത്തിന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഓപ്പറേഷൻ സിന്ദൂർ മൂലം അവർ തകർന്നടിയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവർക്ക് ഭയം ജനിക്കും. അതുകൊണ്ടാണ് എന്തിന് പാകിസ്ഥാനിലെ ഭീകരന്മാർ പോലും ഇപ്പോൾ വലുതായിട്ടെങ്ങും വെടിപൊട്ടിക്കുന്നില്ല, വലിയ ഡയലോഗ് അടിക്കുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവരെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ഈ ഖാലിസ്ഥാനെ പോലുള്ള സംഘടനകൾ ഇപ്പൊ എന്താണ് പറയുന്നത്, നിശബ്ദതയിലേക്ക് പോയിരിക്കുന്നത്. പക്ഷെ അതൊരു ആത്യന്തികമായ നിശബ്ദത ആയിരിക്കില്ല. അവർ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീണ്ടും വരും. കാരണം ഇപ്പൊ അവർക്ക് ഒന്നും, കാരണം ഇപ്പോഴാണ് അവർക്ക് ഈ രാജ്യത്തിന്റെ പവർ ഖാലിസ്ഥാൻകാർക്ക് മനസ്സിലായി. ഖാലിസ്ഥാൻകാർ അന്ന് കരുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിങ്ങനെ സ്വതന്ത്ര പഞ്ചാബിന് വേണ്ടി റഫറൻഡം വരും, ഇന്ത്യയിലെ കുറെ പേരൊക്കെ ഞങ്ങളെ, കുറെ NGO-കളും മാധ്യമങ്ങളും ഞങ്ങളെ പിന്തുണയ്ക്കും, അങ്ങനെ ഇങ്ങനെ. ഇപ്പൊ ഒരു ചുക്കും നടക്കത്തില്ലെന്ന് അവർക്കും ബോധ്യമായി. പഞ്ചാബിലെ ജനത്തിന് പണ്ടേ അതറിയാമായിരുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി അവർക്ക് വലിയ റോളുകളില്ല. അതിനകത്ത് പന്നുവിനെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയോട്. ഇങ്ങനെ പോകുന്നു അതിന്റെ സാഹചര്യങ്ങൾ. അത് ഈ ലോകത്ത് ഏത് ഭാഗത്തും ചെന്നിട്ട് അജ്ഞാതന്മാരാൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. അജ്ഞാതന്മാരെ കുറിച്ച് നമ്മളാരും കേട്ടിട്ടില്ല. ഇപ്പോൾ അജ്ഞാതന്മാരുടെ വിളയാട്ടമാണ്. ഇന്ത്യക്കെതിരെ എവിടെ തിരിയുന്ന ഭീകരവാദി ഉണ്ടെങ്കിലും ആ അജ്ഞാതന്റെ വെടിയുണ്ടയ്ക്ക് ഇരയാകുന്ന സാഹചര്യമാണ്. ഇത്തരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയന്നുപോയി. പാകിസ്ഥാനിൽ അവരുടെ ടെറർ ക്യാമ്പുകൾ തകർക്കാൻ ഒരു ഇന്ത്യക്ക് കഴിയും എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഇത് കണക്കുള്ള ഈ ടെറർ ഗ്രൂപ്പുകളെ ഒതുക്കാൻ നിസ്സാരമാണ്. അത് നമ്മൾ കാനഡയിൽ കണ്ടതാണ്. നമ്മളാണെന്ന് നമ്മളത് ഔദ്യോഗികമായി പറയുന്നില്ല. അവർ ഒതുങ്ങി പോകുന്നു എങ്ങനെയൊക്കെയോ. അത് സംഭവിക്കുന്നുണ്ട്. അത് UK-യിലും സംഭവിക്കുക. കാരണം UK പഴയതുപോലെ അല്ല. അവരുടെ ആ ഒരു അകത്ത് തന്നെ അവരുടെ ഇന്റേണൽ സെക്യൂരിറ്റി തന്നെ വലിയ പ്രോബ്ലംസ് ആണ്. ആഭ്യന്തരമായി തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തദ്ദേശീയരായിട്ടുള്ള ആളുകൾ അവിടുത്തെ കുടിയേറ്റക്കാർക്ക് എതിരെ വലിയ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച ഒരു വാർത്ത, UK-യെ സംബന്ധിച്ച് പറഞ്ഞൊരു വാർത്ത, അവിടുത്തെ ഈ റിഫോംസ് പാർട്ടി ഉണ്ടല്ലോ, അവിടെ ദേശീയതയുടെ പാർട്ടി എന്ന് പറയുന്നത്, ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തെങ്കിൽ അവർ അധികാരത്തിൽ വരും എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് UK-യുടെ രാഷ്ട്രീയം. അതായത് ദേശീയ ബോധമുള്ളവരുടെ ആ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലേക്ക് വരും
എന്ന നിലയിലേക്ക് അവിടെ മാറിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അവിടുത്തെ ജനം വലിയ രീതിയിൽ തന്നെ ഈ കുടിയേറ്റക്കാർക്ക് എതിരായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തൽക്കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പൊ കത്തിക്കുത്തില്ല, വണ്ടികൾ ഇടിച്ചു കയറ്റുന്ന വാർത്തകളില്ല, ഇങ്ങനെയൊക്കെയുള്ള ടെറർ ആക്രമണമില്ല. ഇതൊരു ശാന്തത മാത്രമാണ്. ഇത് എപ്പോ വേണമെങ്കിൽ തലപൊക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ലോകം മുഴുവൻ ഈ തീവ്രവാദത്തിനെതിരെ തിരിയുന്നു എന്നൊരു ചിന്ത തീവ്രവാദികൾക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യ അവരെ ചൊറിഞ്ഞാൽ അവരടിക്കും, ഇസ്രായേൽ കയറി മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എങ്ങൊന്നും തീവ്രവാദികൾക്ക് പിന്തുണ കിട്ടില്ല. അതായത് തീവ്രവാദികളെ പിന്തുണച്ച രാജ്യങ്ങൾ പോലും ഇപ്പൊ സൈലന്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി തീവ്രവാദം കൊണ്ട് മുൻപോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് ബോധ്യം എല്ലാവർക്കും വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പിന്നെയും ബ്രിട്ടനെ കണക്കുള്ള രാജ്യങ്ങൾ ഇത്തരം സംഘടനകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടായി മാറും. കാരണം ഇപ്പോൾ ഇന്ത്യക്കല്ല ആവശ്യം, ബ്രിട്ടനാണ് ആവശ്യം ഇന്ത്യയെ കൊണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ സ്ട്രോങ് ആയിട്ടൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒന്നും നമ്മൾ ഈ നിലപാട് കണ്ടിട്ടില്ല. കോൺഗ്രസ് കൂടി ഇത്രയും കാലം ഭരിച്ചിട്ടും നമ്മൾ ഈ നിലപാട് കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കൃത്യമായി, അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ കയറി ഇത്രയും വർഷം ബ്രിട്ടനെ 7 അയലത്ത് അടുപ്പിച്ചിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ പിന്നെയും ഒരു ചർച്ച. അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാണ് ഈ കരാർ എന്ന് പറയേണ്ടി വരും. പിന്നെ ഈ കരാർ കൊണ്ട് നമ്മൾ മറ്റൊരു ലക്ഷ്യം കൂടെ വെക്കുന്നുണ്ട്. ട്രംപ് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എന്താണ് ഫ്രീ ട്രേഡിംഗിലേക്ക് കരാറിലേക്ക് ഞങ്ങൾ പോവുകയാണെന്നാണ് ഇപ്പൊ ട്രംപ് പറയുന്നത്. 2030 ആകുമ്പോൾ ഞങ്ങൾ $500 ബില്യൺ കച്ചവടമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നതെന്നാണ് ഇപ്പൊ ട്രംപ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വരെ പുള്ളി അങ്ങനല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഈ കരാർ ഇപ്പൊ യാഥാർത്ഥ്യമാകുകയാണ്. ഈ കരാർ വന്നു കഴിയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് അതിലും വരും എന്നാണ് ഇപ്പൊ ട്രംപ് ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുന്നത്, അമേരിക്കക്കാരെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. എന്നാലും കരട് രേഖയെങ്കിലും അന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. എന്നാ പിന്നെ അടുത്ത കാര്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിന്റെ അവസ്ഥ. ഇന്ന് പിന്നെ ഇപ്പൊ പുതിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും ട്രംപിന്റേതായിട്ട് പുറത്ത് വന്നിട്ടുമില്ല. ഇത് സംബന്ധിച്ചല്ല ഒന്നും ഒന്നും ഇപ്പൊ പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം UN ഒരു സംഭവം കൂടെ നമുക്ക് അതോടെ പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലില് അമേരിക്കയുടെ പ്രതിനിധി ഉണ്ടായിരുന്നു, ഡൊറോത്തി ഷിയ എന്നാണ് അവരുടെ പേര്. ഡൊറോത്തി ഷിയ ഒരു പ്രസ്താവന നടത്തി. ഈ ഇന്ത്യ പാക് സംഘർഷം, ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതുപോലെ കോങ്കോ റുവാണ്ട സംഘർഷം, ഇതെല്ലാം അവസാനിപ്പിച്ചത് ട്രംപാണ്. ട്രംപ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ വലിയ സംഘർഷത്തിലേക്ക് പോകുമായിരുന്നു. ഇന്ത്യ അപ്പൊ തന്നെ മറുപടി കൊടുത്തു. ഇന്ത്യയുടെ പർവ്വതേനി ഹരീഷ് ആയിരുന്നു നമ്മുടെ പ്രതിനിധി, പർവ്വതേനി ഹരീഷ്. അദ്ദേഹം മിടുക്കനാണ്. അപ്പൊ അദ്ദേഹം മറുപടി കൊടുത്തത്, പാകിസ്ഥാൻ ഈ വെടിനിർത്തണം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയെ വിളിച്ചിരുന്നു. അമേരിക്ക ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ അമേരിക്കയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന്റെ ഇടനിലക്കാരുടെ ആവശ്യമേ ഇല്ല. കാരണം മധ്യസ്ഥനെ ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്താറേ ഇല്ല. അത് ഞങ്ങളുടെ നിലപാടാണ്. ഞങ്ങൾക്ക് ഇടനിലക്കാരൻ വേണ്ട. അവർ നേരിട്ട് വന്ന് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ നേരിട്ട് വിളിച്ച് പറഞ്ഞാണെന്ന് പരസ്യമായിട്ട് അത്രയും ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ പറയേണ്ട സ്ഥിതി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വരികൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറെ കാലമായി ട്രംപ് ഇത്തരത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ഒരുപാട് വ്യാപാരം തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഘർഷം അവസാനിപ്പിച്ചതെന്ന്. അങ്ങനൊന്നും ഞങ്ങളുടെ അറിവിൽ ആരുടെയും ഇല്ല. ഞങ്ങൾ പണ്ട് തൊട്ടേ പറയുന്നു, ഞങ്ങൾക്ക് ഇതിനകത്ത് മീഡിയേറ്ററുടെ ആവശ്യമില്ല. ഇനിയും, എന്നിട്ട് അദ്ദേഹം പറയുന്ന അടുത്ത വരിയാണ് ശ്രദ്ധികൾ, ഇനിയും ഇതേപോലെയുള്ള ഭീകരവാദം ഉണ്ടായാൽ ശക്തമായ പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുകൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. അപ്പൊ എന്തായി? ട്രംപ് ആരായി? ട്രംപിന് നാളെ ഇല്ലാത്തതുകൊണ്ട് നാളെയും പുള്ളി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നടക്കാൻ. പുള്ളിക്ക് ഈ നോബൽ പ്രൈസ് ആണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇറാൻ ഇസ്രായേൽ വിഷയം എവിടെയാണ് അവസാനം? ഇതെല്ലാം വെടിനിർത്തലാണ്. ഈ വെടിനിർത്തൽ എന്ന് പറയുന്ന ശാശ്വതമായ സമാധാന കരാറല്ല. വെടിനിർത്തൽ കരാർ പോലും ഇല്ല ഇന്ത്യ പാകിസ്ഥാനുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സാധാരണ വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ ഒരു കരാർ ഉണ്ടാക്കാറുണ്ട്. ഈ ഇസ്രായേലും പിന്നെ ഇറാനുമായിട്ട് വെടിനിർത്തലിന് എവിടെയെങ്കിലും കരാർ ഉണ്ടായിട്ടുണ്ടോ? ഒരു കരാറും ഇല്ല. ഇന്ത്യ പാകിസ്ഥാനിൽ കരാർ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ റുവാണ്ട കോങ്കോയ്ക്ക് കരാറുണ്ടോ? കരാറില്ല. അതായത് രണ്ടു കൂട്ടരും മാറി നിൽക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രണ്ടു പേര് തമ്മിൽ അടിയിടുന്നു. ആ അടിയിടുന്നവരെ പിടിച്ചു മാറ്റുന്നത്, ആ പ്രക്രിയക്കാണ് വെടിനിർത്തൽ എന്ന് പറയുന്നത്. അല്ല, രണ്ടുപേരും തമ്മിൽ കോംപ്രമൈസ് ആയിട്ടില്ല, ഡീൽ ആയിട്ടില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ നിർണായകമാണ് ഈ ഒരു കൂടിക്കാഴ്ച നരേന്ദ്രമോദിയുടെ. ഇപ്പൊ അദ്ദേഹം മാൽദീവ്സിലാണെന്ന് തോന്നുന്നു. മാൽദീവ്സ് ഇന്ന് യാത്രയായിരിക്കും. മാൽദീവ്സിലേക്ക് ഇന്ന് ബുധനാഴ്ചയല്ലേ, ഇന്ന് യാത്രയായിരിക്കും. 4 ദിവസത്തെ പ്രോഗ്രാമാണ്. പിന്നെ ഇന്ത്യയിൽ ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ടല്ലോ. ധൻഗർ വിഷയമൊക്കെ പ്രതിപക്ഷത്തിനുള്ളത് കൊണ്ട് 3-4 ദിവസമായി സഭയൊക്കെ ബഹിഷ്കരിച്ച് പൊക്കോളും. അദ്ദേഹം പോയിട്ട് തിരിച്ചു വരുമ്പോഴൊക്കെ ഉള്ളൂ പിന്നെ ഇനി അടുത്ത ചൂട് പിടിക്കുന്നത്. അപ്പൊ 4 ദിവസത്തേക്ക് പ്രധാനമന്ത്രി എവിടെ വേണേൽ ടൂർ പോകാം. കാരണം ഇവർ സഭ നടത്താൻ സമ്മതിക്കുന്നില്ല. എല്ലാ ദിവസവും വരുന്നു, വാക്കൗട്ട് നടത്തുന്നു, അല്ലെങ്കിൽ പിന്നെ ബഹളം വെക്കുന്നു, സഭ പിരിച്ചു വിടുന്നു. അപ്പൊ പിന്നെ പ്രധാനമന്ത്രി സഭയിൽ വേണമെന്നത് സഭ നടന്നാലല്ലേ പ്രധാനമന്ത്രിക്ക് വരാൻ പറ്റും. അദ്ദേഹത്തിന് 4 ദിവസം ഒരാഴ്ച വേണേൽ ടൂർ എടുക്കാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയം മാറേണ്ടിയിരിക്കുന്നു ഒരുപാട്. കാരണം ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ വെച്ചിട്ടാണ് ഈ പാർലമെന്റ് സമ്മേളനങ്ങൾ നടന്നത്. കോടിക്കണക്കിന്, നമുക്കറിയാലോ, നമ്മുടെ കേരള നിയമസഭയുടെ സംസ്ഥാന ഒരു ദിവസത്തെ സമ്മേളനം നടക്കുന്നതിന് തന്നെ ലക്ഷങ്ങൾ വേണ്ടി വരും ചെലവ്. ഈ ഫാനും ലൈറ്റും എല്ലാം കൂടെ. അതിനേക്കാൾ വലിയ തുകയല്ലേ പാർലമെന്റ് നടക്കുന്നത്. അതെന്നും ബഹിഷ്കരിച്ചിട്ട് മുമ്പ് അതെന്ത് കാര്യത്തിനാണ്? ധൻഗർ എന്ന് പറഞ്ഞത് ആരാ? BJP-ക്കാരനാണ്. അവരുടെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവർ നോക്കിക്കോളും. അതിനകത്ത് ഏറ്റുപിടിച്ചുകൊണ്ട് അയാൾ രാജിവെച്ചത് എന്തിനാണ്? അത് ശരിയായില്ല. ഓക്കെ, സ്പീക്കറാണ്. പക്ഷെ സ്പീക്കർ ആണെങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് കൂടിയാണ്. അവരുടെ ചിലപ്പോൾ പാർട്ടി എന്തെങ്കിലും വിഷയങ്ങളാണ്. ധൻഗറിന്റെ ഒക്കെ ഒരു ക്യാരക്ടർ നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം 1983 ചന്ദ്രശേഖർ മന്ത്രിസഭയിലെ അംഗമായിരുന്നു. ജനതാദളുകാരനായിരുന്നു.
ജനതാദളിൽ നിന്ന് കോൺഗ്രസ് വന്നിട്ട് 2003 മറ്റോ ആണ് BJP-യിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരികയും പിന്നെ എല്ലാത്തിനും പൊട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്ത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാന്റെ മറ്റൊരു രൂപമായിട്ടാണ് എനിക്ക് ധൻഖറെ തോന്നിയിട്ടുള്ളത്. അപ്പൊ വരുന്നു, അങ്ങനെ വരുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും നീരസമായിരിക്കാം, സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില തൊട്ടാപ്പൊള്ളുന്ന ചില ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വെസ്റ്റ് ബംഗാളിലും കണ്ടതാണ്. അവിടെ വെച്ചും അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിനെ ചൊല്ലിയാണ് ഇപ്പം സഭ ബഹിഷ്കരിക്കുന്നത്. ഇതെന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. BJP-ക്കാരന്റെ ഒരു വിഷയം, പിന്നെ സ്പീക്കറിന്റെ ഒരു വിഷയത്തിൽ ഇത്രയും വികാരം കൊള്ളേണ്ട ഒരു ആവശ്യമില്ല. കാരണം അതിനൊരു മറുപടി അദ്ദേഹം തന്നെ തന്നതാണ്. ധൻഖർ തന്നെ പറഞ്ഞു, എനിക്ക് വയ്യ, ഞാൻ രാഷ്ട്രപതിയെ കണ്ട് പറഞ്ഞു, സിമ്പിൾ, അവിടെ കൊണ്ട് നിർത്തണം. പിന്നെ ഇനി അതിനെ അന്വേഷിച്ച് പോവുക എന്ന് പറഞ്ഞാൽ അതെന്തൊരു രാഷ്ട്രീയ, ഈ രാജ്യത്ത് എന്തൊക്കെ വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാനായിട്ട്. ഇവരൊക്കെ ജയിച്ചു വന്ന മണ്ഡലത്തിന്റെ കാര്യങ്ങൾ ഉന്നയിക്കാനില്ലേ, ആ മണ്ഡലത്തിന് വേണ്ട ആവശ്യങ്ങൾ പറയാനില്ലേ. പകരം ധൻഖർ എന്തിന് രാജിവെച്ചു, ധൻഖറിന് എന്താണ് കഴിക്കുന്ന മരുന്ന്, ഇല്ലെങ്കിൽ എന്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയും നമ്മുടെ പൊളിറ്റിക്സ് ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെത്.